വെൽക്കം ബാക്ക് ടു BC ടോക്സ്. ചരിത്രത്തിന്റെ പിന്നിലെ പശ്ചാത്തലങ്ങളെ പറയുന്ന സംഭവങ്ങളുടെ സാഹചര്യങ്ങളെയും കഥകളുടെ കാണാപ്പുറങ്ങളെയും അവതരിപ്പിക്കുന്ന BC ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചരിത്രം അതൊരു വല്ലാത്ത സംഭവമാണ്. നാം കേട്ടതും കേൾക്കാത്തതും കേൾക്കാൻ കൊതിക്കുന്നതും എന്തോ ജീവിതത്തിന്റെ ഇന്നലകൾ ഇന്ന് നാം കാണുന്നവയെ പടുത്തുയർത്തിയ ജീവിത സാഹചര്യങ്ങളുടെയും ജീവിത മഹത്വങ്ങളുടെയും കഥകളാണ് ഈ ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. കഥ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കെട്ടിച്ചമയ്ക്കപ്പെട്ടത് എന്നല്ല അർത്ഥം, മറിച്ച് പറയുന്നവ എന്നാണ് കഥ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ. നമ്മൾ പലരുടെയും ചിന്ത കഥ എന്നാൽ കെട്ടിച്ചമച്ചതെന്നാണ്. അല്ല, കെട്ടിച്ചമച്ച കഥകൾക്ക്, കെട്ടിച്ചമച്ചവയെ അവതരിപ്പിക്കുന്നതിന് ഫിക്ഷൻസ് എന്നാണ് പറയുന്നത്. സംഭവ കഥ എന്ന ഒരു വാക്ക് നമുക്കറിയാമല്ലോ. സംഭവിച്ചതിനെ പറയുക എന്നാണ് അതിന്റെ അർത്ഥം. കഥിക്കുക എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞവതരിപ്പിക്കുക എന്നാണ്. വായ്മൊഴികളും വായ്ത്താരകളുമായി ചരിത്രങ്ങൾ ഇന്നലകളിൽ ഓടി നടന്നപ്പോൾ അതിൽ നിന്ന് മഹത്വമുള്ള സംസ്കാരത്തിന്റെ അടിത്തറകളായിട്ടുള്ള നാടൻ പാട്ടുകളും വീരകഥകളും ജനിതമായപ്പോൾ ആഘോഷങ്ങളും സംസ്കാരങ്ങൾക്ക് പിന്നിലെ മഹത്വമുള്ള പല അനുഭവങ്ങളും ജീവിതത്തിന് സമ്മാനിച്ചതും ഓർമ്മകളെ ഇന്നും നിലനിർത്തുന്നതും ബലി കൊടുത്ത ജീവിത ത്യാഗങ്ങൾക്ക് വീണ്ടും സ്മരണകൾ ഉണ്ടാക്കി ഊട്ടിയുറപ്പിക്കുന്നതുമെല്ലാം ചരിത്രത്തിന്റെ കരുത്താണ്, പിൻബലമാണ്. ഇന്ന് നാം കാണുന്നതിനെല്ലാം പിന്നിൽ ചരിത്രങ്ങളുണ്ട്. ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടതും തമസ്കരിക്കപ്പെട്ടതുമായ നിരവധി വ്യക്തിത്വങ്ങളും ത്യാഗങ്ങളും ഉണ്ട്. ചിലരൊക്കെ ചരിത്രങ്ങളെ മാറ്റിയെഴുതി പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കി യാഥാർത്ഥ്യങ്ങളെ വല്ലാതെ വളച്ചൊടിച്ചിട്ടുണ്ട്. അവ പിന്നീട് ചരിത്രത്തിൽ മറഞ്ഞുപോയിട്ടുണ്ട്. കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ എല്ലാ ത്യാഗങ്ങളുടെയും മഹത്തായ സംസ്കാരങ്ങളുടെ അടിത്തറകളുടെയും മുന്നിൽ എല്ലാ സ്മരണകളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഒരു ജനസമൂഹത്തിന്റെ വല്ലാത്തൊരു കഥ, ചരിത്രത്തിന്റെ വല്ലാത്തൊരു ഭാഗം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ പേര് ഫ്ലാവിയസ് ജോസിഫസ് എന്നാണ്. ഇന്ന് ലോകം കാണുന്നതിൽ ഏറ്റവും കരുത്തുള്ള സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ. ജൂത സംസ്കാരത്തിന്റെയും ആദർശങ്ങളുടെയും അവരുടെ സമ്പന്നതകളുടെയും ശാസ്ത്ര പുരോഗതികളുടെയും ഒക്കെ പിന്നിൽ കരുത്താർജിച്ച നിരവധി സംസ്കാരങ്ങളുടെ കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. പ്രവാസങ്ങളായി അവർ പലയിടങ്ങളിൽ വസിച്ചിട്ടുണ്ട്. പല രാഷ്ട്രങ്ങളുടെ മേൽക്കോയ്മകൾ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവയെല്ലാം അവർക്ക് നൽകിയത് മഹത്തായ സംഭാവനകൾ തന്നെയാണ്. ശാസ്ത്രലോകത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഇന്നും യഹൂദന്മാരുടെ ബുദ്ധിയും അവരുടെ തലച്ചോറും ഉപയുക്തമാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പലയിടത്തു നിന്ന് അവർ ആർജിച്ച അനുഭവങ്ങളുടെ ചുട്ടുപൊള്ളുന്ന വല്ലാത്ത ദിവസങ്ങളും വല്ലാത്ത അനുഭവങ്ങളും അവർക്ക് പിന്നിലുണ്ട്. ഇവയെല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ എഴുതിയിട്ടുണ്ട്. യഹൂദ കാലഘട്ടങ്ങളുടെ മറഞ്ഞുപോയ, ഓർക്കപ്പെടാത്ത, മറന്നു പോയേക്കാമായിരുന്ന ഒരു വലിയ കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതിക്കുറിച്ച മഹത്തായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്ലാവിയസ് ജോസിഫസ്. എന്നാൽ യഹൂദന്മാർക്കിടയിലെ ഏറ്റവും വലിയ ചതിയനും ഏറ്റവും കരുത്തുള്ള ഒരു മിലിറ്ററി നേതാവും അപ്പുറം കൂറുമാറി യഹൂദ ജനതയെ ഒറ്റിക്കൊടുത്ത വല്ലാത്തൊരു മനുഷ്യനുമായിരുന്നു ഫ്ലാവിയസ് ജോസിഫസ്. ആ കഥ കേൾക്കാം ഫ്ലാവിയസ് ജോസിഫസിന്റെ ജീവിത ചരിത്രങ്ങളിൽ. ജെറുസലേമിലെ ഉന്നത കുടുംബങ്ങളിൽ ഒന്നിലാണ് ജോസിഫസിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് യഹൂദ പാരമ്പര്യത്തിൽ വളരെ മാന്യതയുണ്ടായിരുന്ന പുരോഹിതന്മാരിൽ ഒരു പ്രമാണിയായിരുന്ന മർത്തിയാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഗ്രീക്ക് പാരമ്പര്യങ്ങളോട്, യവന പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ധനാഢ്യ കുടുംബത്തിൽ നിന്ന് ജനിതയായ ഒരു യഹൂദ വനിതയായിരുന്നു. കുലീനയായ ആ സ്ത്രീക്കും പുരോഹിത ശ്രേഷ്ഠനായ മർത്തിയാസിനും ജനിച്ച രണ്ടാമത്തെ മകനാണ് ജോസിഫസ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേര് മർത്തിയാസ് എന്ന് തന്നെയായിരുന്നു. ജോസിഫസ് എന്ന അദ്ദേഹത്തിന്റെ പേരിന് പിന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ വല്യപ്പന്റെ പേരിനോട് ചേർന്നാണ് അദ്ദേഹത്തിന് ജോസിഫസ് എന്ന് പേരിട്ടത്. അവരും എബ്രായ കുടുംബങ്ങളിൽ, യഹൂദ പാരമ്പര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള കുടുംബങ്ങളിൽ ഒന്നായിരുന്നു. യെരുശലേം ദേവാലയത്തിലെ 24 പുരോഹിത ഗ്രൂപ്പുകളിൽ യഹോരാബിന്റെ പൗരോഹിത്യ ക്രമത്തിൽ വന്ന തന്റെ പിതാവിലൂടെയാണ് ജോസിഫസിന് ഈ വല്ലാത്തൊരു സ്ഥാനം കൈവരിക്കുവാൻ ഇടയായത്. അദ്ദേഹം തന്റെ പിതാവിനോടും സഹോദരനോടുമൊപ്പം യെരുശലേം പട്ടണത്തിൽ തന്നെയാണ് വളർന്നത്. ഉന്നതമായ വിദ്യാഭ്യാസവും ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ യഹൂദ ലോസ് അത് സംബന്ധിച്ച് അഗാധ പാണ്ഡിത്യവും ആ കാലഘട്ടങ്ങളിൽ ഭാഷയിൽ വല്ലാത്ത പ്രാവീണ്യവും ജോസിഫസിന് കരഗതമായി തീർന്നു. തന്നിമിത്തം തന്നെ 20-ാം വയസ്സിൽ അവിടുത്തെ രാജകാര്യങ്ങളോട് ഇടപെടുവാനുള്ള ഒരു അനുഭവം തനിക്ക് ലഭ്യമായി തീർന്നില്ല.
തന്റെ 20കളുടെ ഏകദേശം 25 വയസ്സുള്ളപ്പോൾ യഹൂദ പുരോഹിതന്മാരുമായി അന്ന് കലഹിച്ചിരുന്ന രാജവംശങ്ങളുമായിട്ട് ചർച്ച നടത്തി ബന്ധികളായി പോയ പുരോഹിത ശ്രേഷ്ഠന്മാരെ വിമുക്തരാക്കി തീർക്കുവാനുള്ള ഒരവസരം തനിക്ക് കൈവന്നു. ഇതോടുകൂടെ തനിക്ക് പൗരോഹിത്യ കാര്യങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലേക്ക് ഒരു കൈവഴി സാധ്യമായി വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. ഇങ്ങനെ പുരോഹിതന്മാരുടെ വിമോചനത്തിനു വേണ്ടി ന്യൂറോ ചക്രവർത്തിയുമായി അദ്ദേഹത്തിന് ചർച്ച നടത്തേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം തിരികെ മടങ്ങി യെരുശലേമിലെത്തിയപ്പോൾ ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് തോന്നിയ പ്രീതി കാരണം ഗലീല നാടിന്റെ സൈനിക ഗവർണറായി അദ്ദേഹത്തെ നിയമിച്ചു. എന്നിരുന്നാലും ഗലീലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് അന്ന് സ്ഥാനങ്ങൾ കൈവരിച്ചിരുന്ന പലർക്കും അതൃപ്തി ഉളവാക്കി. തന്നിമിത്തം ഗലീലയും സെഫോറോയിലെയും ടിബരിയാസിലെയും അന്ന് നിലനിന്നിരുന്ന പ്രാമാണിമാർ അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. എന്നാൽ അക്കാലത്ത് അഗ്രിപ്പ രാജാവിനോട് ദേശത്തെ കലാപകാരികളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗലീല നിവാസികൾ അഭ്യർത്ഥന നടത്തി. അങ്ങനെ അഗ്രിപ്പ രാജാവിന്റെ സൈന്യം ജോസിഫസിന്റെ നേതൃത്വത്തിലുള്ള 65,000-ഓളം സൈനികരെ അവിടേക്ക് പരിശീലനം നൽകി നിയമിച്ചു. ഈ സമയത്താണ് ഗലീഷയിലെ ജോണുമായി അദ്ദേഹത്തിന് ആഭ്യന്തരമായ കലഹങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യത്തെ റോമ യഹൂദ കലാപത്തിന് നേതാവായിരുന്ന ജോണുമായി അദ്ദേഹം ജോസിഫസ് കലഹിച്ചു. ജോസിഫസിനെ പോലെ യെരുശലേമിലെ സന്നിധി സംഘത്തിന്റെ പിന്തുണ ജോണിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ജനങ്ങൾക്കിടയിലും വല്ലാത്തൊരു സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗിഷലയിലെ ജോൺ അദ്ദേഹം ഈ സന്നിധി സംഘത്തിന്റെ വളരെ പിന്തുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇതേ സമയത്ത് സന്നിധി സംഘം എന്നുള്ളത് യഹൂദ ദേവാലയ കോടതിയുടെ അംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൗൺസിലാണ്. ഈ മതകോടതിയുടെ ഒരു ഭാഗത്തിന്റെ വല്ലാത്തൊരു അംഗീകാരം ഈ ജോസിഫസിനും ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കലഹം വല്ലാത്തൊരു സ്ഥിതിയിലെത്തുകയും പിന്നീട് ലോവർ ഗലീലയുടെ അധികാരപരിധികൾ സ്വാഭാവികമായി തന്നെ ജോസിഫസിൽ വന്നു ചേരുകയും ചെയ്തു. ലോവർ ഗലീലയിലെ ഒരു ജൂത ഗ്രാമമായിരുന്ന ഗാരിസ് അപ്പോൾ തന്നെ ഏത് നിമിഷവും നശിപ്പിക്കപ്പെട്ടാക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകുകയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ജോസിഫസ് ഇടനിൽക്കുകയും ചെയ്തു. വീണ്ടും ഇവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് നീറോയുടെ ഭരണത്തിന്റെ 13-ാം വർഷത്തെ ചന്ദ്രമാസമായ തമൂസിൽ റോമൻ സൈന്യം ഇതിനെ കീഴടക്കുന്നതുവരെ യത്ഫോത്ത് ഉപരോധത്തിൽ അദ്ദേഹം റോമൻ സൈന്യത്തെ അവിടെ ചെറുത്തുനിന്നു. റോമൻ സൈന്യം കാര്യമായി ഇടത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് ജോസിഫസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വളരെ ശക്തമായി എതിർത്തു നിന്നു. ജോസിഫസിന്റെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് അല്പം കൂടി വിവരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നീറോ ചക്രവർത്തിയുമായി ചർച്ച നടത്തുവാൻ അദ്ദേഹം കടന്നുപോവുകയും അങ്ങനെ രാജകീയ അധികാരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകുകയും പിന്നീട് ദേശത്തിലെ ഒരു രാഷ്ട്രീയ പ്രാമാണിത്യമുള്ള അധികാരമുള്ള സൈനിക നേതാവായി അദ്ദേഹം ഉയർന്നു വരികയും ചെയ്തു. റോമൻ ഭരണകൂടത്തിനെതിരെ ഉള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ആദ്യത്തെ യഹൂദ കലാപത്തിന്റെ നേതാവായിരുന്ന ഗിഷീലയിലെ ജോണുമായി അദ്ദേഹത്തിനുണ്ടായ കലഹങ്ങൾ തന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുവാൻ ഇടയായി. പിന്നീടുണ്ടായ സംഭവങ്ങളിൽ ലോവർ ഗലീലയിലെ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും ജോസിഫസ് ഉറപ്പിച്ചു. അപ്പർ ഗലീലയിലെ ജംനിത്ത്, സേഫ്, മോറോ, അച്ചാബാരെ തുടങ്ങിയ പട്ടണങ്ങൾ റോമൻ അധികാരത്തിന്റെയും കടന്നുകയറ്റത്തിന്റെയും ആക്രമണങ്ങളുടെയും ശ്രേണിയിൽ നിന്ന് ജോസിഫസ് ഉറപ്പിച്ചു. അവയ്ക്ക് പ്രതിരോധത്തിന് വേണ്ടുന്ന ശക്തികൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോമൻ സൈനിക ട്രിബ്യൂണായിരുന്നു ജൂലിയസ് പ്ലാസിഡസ്. ഗലീലയിലെ യൂദസേനയുടെ ജനറൽ എന്ന നിലയിൽ 1-ാം യൂദ റോമൻ യുദ്ധസമയത്ത് അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിനെതിരെ ആദ്യം പോരാടി. 6 ആഴ്ചത്തെ ഡയോഫിറ്റിന്റെ ഉപരോധത്തിന് ശേഷം AD 67 സൈനിക കമാൻഡർ വെസ്പാനിയന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യത്തിന് കീഴടങ്ങുന്നതുവരെ 1-ാം യൂദ റോമൻ യുദ്ധത്തിന്റെ തുടക്കമിട്ട യഹൂദ മശിഹൈ പ്രവചനങ്ങൾ വെസ്പാനിയൻ ചക്രവർത്തിയെക്കുറിച്ചാണെന്ന് പരാമർശിച്ച് അദ്ദേഹം കീഴടങ്ങുന്നതുവരെ ജോസിഫസ് ഈ സൈന്യത്തിന്റെ നായകനായിട്ട് യുദ്ധം ചെയ്തു. എന്നാൽ AD 69 വെസ്പാനിയൻ ചക്രവർത്തിയായി തീർന്ന ശേഷം ജോസിഫസിന് അദ്ദേഹം സ്വാതന്ത്ര്യം നൽകി. ഇതേ സമയത്ത് ക്ലാവിയസ് ജോസിഫസ് എന്ന അദ്ദേഹത്തിന്റെ നാമധേയം
റോമൻ പൗരത്വ സ്വീകരണത്തോടൊപ്പം രാജകുടുംബത്തോടുള്ള ബന്ധത്തിന് ബഹുമാനാർത്ഥമായി ലഭ്യമായിട്ടുള്ളതാണ്. ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് റോമൻ പൗരത്വം സ്വീകരിക്കുന്ന വ്യക്തികളെക്കാൾ വ്യത്യസ്തമായ പൗരത്വമാണ് ജോസിഫസിന് റോമൻ ഭരണകൂടം നൽകിയത്. അവരുടെ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും രാജകുടുംബങ്ങളിലെ ഏറ്റവും മികച്ച യഹൂദ സേവകൻ എന്ന നിലയിലും ഒരു റോമൻ പൗരൻ ജന്മന തനിക്ക് ലഭിക്കുന്ന പൗരത്വത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പൗരത്വമാണ് ജോസിഫസിന് റോമൻ ഭരണകൂടത്തിൽ നിന്ന് ലഭ്യമായി തീർന്നത്. പിന്നീട് AD 70 ടൈറ്റസ് യെരുശലേമിൽ നീണ്ടുനിന്ന ഉപരോധത്തിന് ശേഷം അവിടം കെട്ടിപ്പടുക്കുമ്പോഴും പിടിച്ചടക്കുമ്പോഴും ടൈറ്റസിന്റെ ഉപദേഷ്ടാവും അടുത്ത സഹകാരിയും ഉപദേശകനുമായിരുന്ന യെരുശലേം നഗരത്തിനെതിരെ ജോസിഫസ് പ്രവർത്തിച്ചു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അനുബന്ധമായിട്ടാണ് ഈ ക്ഷേത്ര നഗരിയായിരുന്ന യെരുശലേമും അവരുടെ മഹത്തായ ദേവാലയവും തകർക്കപ്പെടുന്നത്. അതിന് പിന്നിലെ ബുദ്ധികൂർമ്മതകളും അതിന് പിന്നിലെ സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തി കൊടുത്തതും ജോസിഫസ് ആണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ജോസിഫസിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വഴിത്തിരിവായ സംഭവം മസാദയുടെ ഉപരോധം ആയിരുന്നു. AD 66-70 ജൂതയുദ്ധം നടക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടതും ഉയർന്നതും എല്ലാത്തരം കാഴ്ചകൾക്കും സാധ്യമാകുന്നതും അജയ്യമായതും ആർക്കും കടന്നു വന്ന് പിടിച്ചെടുക്കാൻ കഴിയാത്തതുമായ ഒരു മേശപർവ്വതം, ടേബിൾ ടോപ്പ് ഹിൽ എന്നാണ് മസാദയെ വിശേഷിപ്പിച്ചിരുന്നത്. ചരിത്രപരമായി ആ ഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 പുരുഷന്മാർക്ക് ഒന്നിച്ചു നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇടുങ്ങിയ പാതയാണ് ഈ കോട്ടയിലേക്കുള്ള മാർഗം. ഈ വഴിയെ പാമ്പ്, ദ സ്നേക്ക് എന്നായിരുന്നു വിളിച്ചിരുന്നത്. വളഞ്ഞു പുളഞ്ഞ് ഞെരുങ്ങി കൊടുമുടിയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഈ പാത വളരെ ദുർഘടമായ ഒരു യാത്ര സമ്മാനിച്ചിരുന്നു. തന്റെ അമ്മായിയപ്പനായിരുന്ന ശൗലിന്റെ ഉപദ്രവം കാരണം ദാവീദ് പലായനം ചെയ്ത് ഓടിവന്ന് അഭയം പ്രാപിച്ചത് ഇവിടെയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. യെരുശലേമിൽ ജനിച്ചു വളർന്ന യഹൂദനായ ജോസിഫസിന് ഒന്നാം ജൂത റോമൻ യുദ്ധത്തിൽ ഈ സൈന്യത്തിന് വിശദമായ പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഡാഫാറ്റ് ഉപരോധം പിടിക്കപ്പെടുകയും തുടർന്ന് വെസ്പാനിയൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ആ സൈന്യ സംഘടനകളിലേക്ക് കൂറുമാറിയത് എന്ന് നമുക്കറിയാമല്ലോ. റോമൻ കമാൻഡർമാരുടെ ഫീൽഡ് കമന്ററികളെ അടിസ്ഥാനമാക്കി ജോസിഫസ് തന്റെ ചരിത്ര പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും ആഖ്യാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസിഫസിന്റെ അഭിപ്രായത്തിൽ മസാദ ആദ്യമായി നിർമ്മിച്ചത് ഹാസ്മോനിയന്മാരാണ്. BC 37-31 ഇടയിൽ മഹാനായ ഹെരോദാവ് ഒരു കലാപമുണ്ടായാൽ തനിക്ക് ഒരു അഭയ കേന്ദ്രമായി ഇരിക്കേണ്ടതിന് ഇതിനെ പണിത് ഉറപ്പിച്ചു. AD 66 ഒന്നാം യൂത റോമൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സിക്കാരി എന്ന് വിളിക്കപ്പെടുന്ന ജൂത തീവ്രവാദികളുടെ ഒരു സംഘം മസാദയിലെ റോമൻ പട്ടാളത്തെ കീഴടക്കി അവിടെ താമസമാക്കി. എലയാസർ ബെൻ യായീർ ആയിരുന്നു സിക്കാരികളുടെ നേതാവായിരുന്നത്. AD 70 അധികം സിക്കാരികളും അവരുടെ കുടുംബങ്ങളും ചേർന്ന് സിക്കാരികളുടെ കലഹത്തിലായിരുന്ന യഹൂദ ജനത യെരുശലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. താമസിക്കാതെ യെരുശലേമിനെ റോം ഉപരോധിക്കുകയും രണ്ടാമത്തെ ക്ഷേത്രത്തിന്റെ നാശം സംഭവിക്കുകയും ചെയ്തു. ദേവാലയം മുഴുവനായി നശിപ്പിക്കപ്പെട്ടു. സിക്കാരയിലെ അധികം അംഗങ്ങളും നിരവധി യൂത കുടുംബങ്ങളും യെരുശലേമിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഈ ആയുധങ്ങൾ കൊണ്ടു നടന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്തിരുന്ന, പെട്ടെന്ന് കൊള്ള നടത്തിയിരുന്ന, അധികാരികളെ കൊന്നുകൊണ്ടിരുന്ന, അവരിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിച്ച് തങ്ങളുടെ യുദ്ധമുന്നണികൾക്ക് ആ സമ്പത്തിനെ കരഗതമാക്കിയിരുന്ന സിക്കാരികൾക്ക് കഠിനമായ പ്രഹരമാണ് ഈ യുദ്ധസമയങ്ങൾ സമ്മാനിച്ചത്. തന്നിമിത്തം ഇവരവിടെ നിന്ന് പലായനം ചെയ്ത് ഈ മസാദയുടെ പർവ്വതമുകളിൽ താമസമാക്കി. അവിടെ താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത് സൈനിക നീക്കങ്ങൾ അവിടേക്ക് എത്തുവാൻ വളരെ പ്രയാസകരമാണ്. ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളെ റെയ്ഡ് ചെയ്യുമ്പോഴും ഈ ഭാഗം വളരെ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രമായി, താവളമായി അവരതിനെ ഉപയോഗിച്ചിരുന്നു. AD 72 യഹൂദയിലെ റോമൻ ഗവർണർ ലൂസിയസ് ഫ്ലാവിയസ് സിൽവ റോമൻ ലെജിമെന്റിനെ നയിച്ചു കൊണ്ടുവന്ന് നിരവധി യൂണിറ്റുകളുടെ സഹായത്തോടെ, പ്രമുഖമായ 3 യൂണിറ്റുകളുടെ സഹായത്തോടുകൂടെ ഈ മസാദയെ ഉപരോധിച്ചു. ആ സമയത്ത് ഏകദേശം 1500 പുരുഷന്മാരും സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. ഈ 1500 പേരിൽ പുരുഷന്മാരായിട്ട് ഏകദേശം 8000 മുതൽ 9000 പേർ ആ സമയത്ത് അവിടെയുണ്ട്. അവർക്ക് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ആളുകളായിട്ടാണ് അവരെ കാണുന്നത്. എന്നാൽ മസാദയിൽ ഈ റോമൻ ഭരണകൂടത്തിന്റെ ഉപരോധത്തെ പ്രതിരോധിക്കുവാനായി ഉണ്ടായിരുന്ന പടയാളികളും യുദ്ധാഭ്യാസം ലഭിച്ചവരും ഏകദേശം 960 പേരായിരുന്നു. റോമൻ സൈന്യം മസാദയെ വളയുകയും അതിനു ചുറ്റും മതിൽ പണിയുകയും ചെയ്തു. ഒരു പീഠഭൂമിയാണിത്. അതിന്റെ പടിഞ്ഞാറേ മുഖത്ത് ഉപരോധത്തിന്റെ ശക്തി നിമിത്തം മറ്റിടങ്ങളെക്കാൾ സുഗമമായി അവിടെ ചെന്ന് കയറേണ്ടതിന്
റോമൻ ഭരണകൂടം ഒരു റാമ്പ് പണിയുവാൻ ഇടയായി. ആയിരക്കണക്കിന് ടൺ കല്ലുകളും മണ്ണുകളും ഇതിനു വേണ്ടി നീക്കി. ഇതേ സമയത്ത് ഈ പ്രക്രിയയെ ചെറുക്കാനുള്ള സിക്കാരികളുടെ ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല. അധികം താമസിക്കാതെ റോമൻ ഭരണകൂടം, റോമൻ പട്ടാളം ഇവിടേക്ക് സുഗമമായ പാതകൾ നിർമ്മിച്ചു. ഏകദേശം 3 മാസത്തെ ഉപരോധത്തിന് ശേഷം 73 വസന്തകാലത്ത് റാമിന്റെ പണി പൂർത്തിയായി. തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ ഉപരോധ ഗോപുരങ്ങൾ അവർ തീയിട്ട് നശിപ്പിച്ചു. പിന്നീട് വലിയ പ്രയാസം കൂടാതെ ഈ റാമിലൂടെ അവർ ഈ പർവ്വതത്തിന്റെ മുകളിൽ മസാദയിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന പാർപ്പിടങ്ങൾക്കും ഭോജനശാലകൾക്കും അവർ തീയിട്ടു. കോട്ട ഇടിച്ച് നിരത്തി. റോമാക്കാർ കോട്ടയിൽ പ്രവേശിച്ചപ്പോൾ അന്ന് യഹൂദന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ സങ്കേതമായിരുന്ന കോട്ട ഇപ്പോൾ മരണത്തിന്റെ കോട്ടകൾ ആയിരിക്കുന്നു എന്നാണ്. ഇതേസമയം അവിടെ ഉണ്ടായിരുന്ന ജനതയെ മുഴുവൻ അവർ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും കൊന്നൊടുക്കപ്പെട്ടു. 960ഓളം പോരാളികൾ ഒരു കാര്യം ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചു. അവരുടെ നേതാവ് ഉറക്കെ പ്രഖ്യാപിച്ചു. അതിങ്ങനെയാണ്: മഹത്തരമായ മരണം അപകീർത്തികരമായ ഒരു ജീവിതത്തെക്കാൾ അഭികാമ്യം എന്ന് അവർ പ്രഖ്യാപിച്ച് മരണത്തെ പുൽകുവാൻ തീരുമാനിച്ചു. റോമൻ ഭരണകൂടത്തിന്റെ ഈ കിരാതമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ ചരിത്ര ഭാഗങ്ങൾ പറയുന്നത്. തമ്മിൽ ഒന്ന് അന്യോന്യം വെട്ടി അവർ മരണത്തിന് കീഴടങ്ങി. അതിനുവേണ്ടി അവർ ചെയ്തിരുന്നത് തമ്മിൽ നറുക്കിട്ട് നോക്കി, ചീട്ടിട്ട് നോക്കി ആരാരെ കൊല്ലണമെന്ന് തീരുമാനിച്ച് അങ്ങനെ മരണത്തിന് അവർ കീഴടങ്ങി. ജോസിഫസിന്റെ അഭിപ്രായം അനുസരിച്ച് യൂഫ്രട്ടീസ് നദിക്ക് അപ്പുറവും വിദേശങ്ങളിലും നിവസിച്ചു കൊണ്ടിരുന്ന യഹൂദന്മാർ ഈ കലാപത്തിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ യുദ്ധം നടത്തുമെന്ന് അവർ ചിന്തിച്ചിരുന്നു. ഈ യുദ്ധം ഈ കോട്ടയുടെ ആക്രമണത്തിൽ നിന്ന് റോമൻ ഭരണകൂടത്തെയും അധികാരത്തെയും സൈന്യത്തെയും പിൻവലിപ്പാൻ ഒരു മുഖാന്തരമായി തീരുമെന്ന് അവർ വിശ്വസിച്ചു. അവസാനം ഒന്നും സംഭവിച്ചില്ല. 960ഓളം മത തീവ്രവാദികൾ മരണത്തിന് കീഴടങ്ങിക്കൊണ്ട് മസാദ ഒരു ദുഃഖകേന്ദ്രമായി തീർന്നു. യഹൂദന് ഓടിയൊളിക്കാൻ സ്ഥലമില്ലാതെ മസാദയിൽ കുടുങ്ങിയപ്പോൾ അവർ മരിക്കുന്നത് ദൈവഹിതം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മരിക്കേണ്ടി വന്നത്, ഓടിയൊളിക്കാൻ സ്ഥലമില്ലാതെ വന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നതായും ചരിത്രരേഖകൾ പറയുന്നുണ്ട്. AD 67 മുതൽ നടന്ന ഈ യുദ്ധത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഏകദേശം ജോസിഫസ് ആണ് ലോക ചരിത്രത്തിന് ലഭ്യമാകും വിധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 67 യുദ്ധത്തോട് ചേർന്ന് റോമൻ ഭരണകൂടത്തിന്റെ വലിയ സൈന്യവ്യൂഹങ്ങൾ, 3 സൈന്യവ്യൂഹങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവ 3ഉം ഒരുപോലെ ഈ ഭാഗത്തേക്ക് കടന്നു വന്നു. ലെജിയോ ബി മാസഡോണിയ, എക്സ്ഫ്രൻഡോസ്, അപ്പോളിനാരീസ് എന്ന് പറയുന്ന ഈ 3 സൈന്യ സംഘങ്ങളും ഒരുപോലെ കടന്നു വന്ന് യെരുശലേമിനെ ആക്രമിച്ചു. 47 ദിവസത്തെ ഉപരോധത്തിന് ശേഷം യെരുശലേം വഞ്ചനയാൽ വീണുവെന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. 40,000 യഹൂദന്മാരുടെ മരണവും 1200 സ്ത്രീകളെയും കുട്ടികളെയും അടിമയാക്കിയതും ജോസിഫസ് കണക്കുകൾ കൃത്യമായി വിവരിച്ച് എഴുതുന്നുണ്ട്. ഹീബ്രു മാസമായ തമൂസിന്റെ 1-ാം തീയതി ജൂലൈ 20 ക്രിസ്തുവർഷം 67 യോഡഫാത്ത് നശിപ്പിക്കപ്പെടുകയും അതിനെ കത്തിക്കുകയും ചെയ്തു. 1 ഡസൻ പോരാളികൾ ആത്മഹത്യ ചെയ്തപ്പോൾ ജോസിഫസ് ഈ പോരാട്ടങ്ങളുടെ ഏറ്റവും അവസാനം അദ്ദേഹം കൂറുമാറി റോമൻ സൈന്യത്തോടുകൂടെ ചേർന്നു. ഇവിടെയാണ് ജോസിഫസിനെ ചതിയനായ സൈന്യാധിപൻ എന്ന് പറയുന്നത്. റോമൻ സൈന്യത്തിന് മുന്നിൽ അദ്ദേഹം അടിയറവ് പറഞ്ഞ നിമിത്തം അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യവും പിന്നീടുണ്ടായിരുന്ന യുദ്ധപ്രാഗൽഭ്യവും കൊണ്ടൊക്കെ രാജകുടുംബങ്ങളുമൊക്കെയായി വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായി. മിയാമീൻ എന്ന പൗരോഹിത്യ കുടുംബം റോമൻ അധികാരങ്ങൾക്ക് കീഴെ അമർന്നു, അല്ലെങ്കിൽ റോമൻ പൗരത്വത്തെയും മേൽക്കോയ്മയും അംഗീകരിച്ച് റോമൻ പക്ഷം ചേർന്നു. ഇതാണ് അന്നുണ്ടായതിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം. പിന്നീട് റോമൻ ഭരണകൂടത്തിന് ഈ യഹൂദന്മാരെ കിരാതമായി അടക്കി വാഴുവാൻ ലഭ്യമായി തീർന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ആനുകൂല്യം നൽകിയത് ഈ കൂറുമാറ്റമാണെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ റോമൻ ഭരണകൂടത്തിനെതിരെയുള്ള മഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ യഹൂദന്മാർക്കിടയിൽ ആ സമയത്ത് യെരുശലേം കേന്ദ്രമായി ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായി. നിലവിലുള്ള ഭരണാധികാരികളും ഭരണകർത്താക്കളും കഴിവുകെട്ടവരായതുകൊണ്ട് അവർക്ക് റോമൻ ഭരണകൂടത്തെ ചെറുക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ആക്ഷേപം ഉണ്ടാകുകയും ആ ആക്ഷേപ നിമിത്തം ശക്തമായ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ ആഭ്യന്തര യുദ്ധം ഈ വിദേശികളെ ചെറുക്കുന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് മാത്രമേ ഈ ജനത്തിന്റെ ഇടയിൽ ഉതകിയുള്ളൂ എന്നുള്ളതാണ് ചരിത്രപരമായ വാസ്തവം. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിനിടയിൽ ഒരിക്കൽ ജോസിഫസ് ഒരു ദർശനം കണ്ടു. ആ ദർശനം ഇങ്ങനെയാണ്, ദിവ്യ വെളിപ്പാടെന്നാണ് അതിനെ പറയുന്നത്. അന്നത്തെ ശക്തനായ സൈനിക നേതാവായിരുന്ന വെസ്പാനിയൻ
ഭരണകർത്താവായി മാറുമെന്നും അദ്ദേഹം ഈ ഭാഗങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ഒരു സ്വപ്നം കണ്ടതായി പ്രസ്താവിക്കുകയുണ്ടായി. തുടർന്ന് ജോസിഫസ് ഇതിനെക്കുറിച്ച് നടത്തിയ പ്രഖ്യാപനം വെസ്പാനിയൻ അറിയുകയും താൻ ഭരണകർത്താവായി വന്നപ്പോഴേക്കും ജോസിഫസിനെ തന്റെ അരമനയിൽ രാജകീയ പദവിയിൽ ഉന്നതമായ സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ് ഈ ചരിത്ര ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹം ജോസിഫസ് പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്: യഹൂദ ജനതയ്ക്ക് സൃഷ്ടമായ ദൈവം ശിക്ഷ നൽകുന്ന കാലമാണ്. റോമാക്കാർക്ക് ദൈവം ഭാഗ്യത്തിന്റെ കടാക്ഷം നൽകുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞിരുന്നത്, വരുവാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. തൽഫലമായി ഈ വെളിപ്പാടുകൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മഹത്തായ വെളിപ്പാടുകൾ എന്ന പേരിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം തന്നെ നടത്തി. ഈ പ്രഖ്യാപനം രാജകീയ അരമനകളിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്ഥാനം നൽകുന്നതിന് കാരണഹേതു. പിന്നീടുണ്ടായത്, ആ റോമൻ ഭരണകൂടങ്ങളുടെ രാജകുടുംബത്തോട് ചേരുന്ന ഫ്ലാവിയസ് എന്ന പേര് തന്റെ പേരിനോടുകൂടെ താൻ ചേർത്തു. അങ്ങനെ രാജാക്കന്മാരുമായി അടുത്തൊരു ബന്ധം ഫ്ലാവിയസ് ജോസിഫസിന് ഉണ്ടായി. അധികാര ശ്രേണിയിൽ ഏറ്റവും ഉന്നതനായിരുന്ന യഹൂദനായിരുന്നു ഫ്ലാവിയസ് ജോസിഫസ്. റോമിൽ ഫ്ലാവിയസിന്റെ രക്ഷകർത്തത്വം ആഗ്രഹിക്കുകയും അതിന് കീഴെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നവർക്ക് രാജകുടുംബങ്ങളുടെ പേരുകൾ അന്ന് ഉപയോഗിക്കാമായിരുന്നു. മാത്രമല്ല, ഇതേ സമയത്ത് അദ്ദേഹത്തിന് റോമൻ പൗരത്വം കൂടെ അവർ നൽകി. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ള റോമൻ പൗരത്വം ലഭിച്ച ഒരു യഹൂദ വംശജനായി ജോസിഫസ് മാറി. തന്നിമിത്തം എല്ലായിടങ്ങളും സഞ്ചരിക്കുവാനും റോമൻ ഭരണകർത്താക്കൾക്കിടയിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുവാനും യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഏറ്റവും ശക്തനായി ഉയർന്നു വന്ന ഒരു പൊളിറ്റിക്കൽ നേതാവായി കൂടെ ജോസിഫസ് മാറി എന്നുള്ളതാണ് ചരിത്രഭാഗം. ഇതേ സമയത്ത് വെസ്പാനിയൻ ചക്രവർത്തി ബന്ധികളിൽ പിടിക്കപ്പെട്ടുകൊണ്ടുപോയ സുന്ദരിയായ ഒരു യുവതിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ പിന്നീട് ആ സ്ത്രീയോട് വിവാഹമോചനം നേടിയിട്ട് മൂന്നാമത് അദ്ദേഹം വിവാഹിതനായി. ആ മൂന്നാമത് വിവാഹം ചെയ്തത് അലക്സാണ്ട്രിയൻ ജൂത സ്ത്രീയായിരുന്നു. അവർക്ക് 3 ആൺമക്കളുണ്ടായി. അവരിൽ ഫ്ലേവിയസ് ഹർക്കാനസ് എന്ന് പറയുന്ന ഒരു മകൻ മാത്രമേ ജീവനോടെ ശേഷിച്ചുള്ളൂ. ബാക്കിയുള്ളവർ മരിച്ചുപോയി. മൂന്നാമത്തെ ഭാര്യയെ വിവാഹമോചനം ചെയ്തുകൊണ്ട് അദ്ദേഹം 4ാമത് വിവാഹം ചെയ്തു. ഒരു വിശിഷ്ട കുടുംബത്തിലെ അംഗമായിരുന്ന ഒരു സ്ത്രീയെ ക്രേത്ത എന്ന് ബൈബിളിൽ പറയുന്ന ആ ദ്വീപിൽ നിന്ന് അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്യുകയും അവരിൽ അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായി. ഫ്ലേവിയസ് ജസ്റ്റിസും ഫ്ലേവിയസ് സിമോണിഡസ് അഗ്രിപ്പായും അവരിൽ നിന്ന് ജനിച്ചു. ഈ പുത്രന്മാർ 2 പേരും അധികാര ശ്രേണിയിൽ വളരെ ഉയർന്നു വന്ന ആളുകളായിരുന്നു. ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വല്ലാൻ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസിഫസ്. മറ്റുള്ളവരുടെ ചരിത്രം എഴുതുമ്പോഴും സ്വന്തം ചരിത്രത്തെ വല്ലാതെ രഹസ്യമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. യഹൂദ മതത്തിന്റെയും ഗ്രീക്ക് പ്രാമാണിത്യങ്ങളുടെയും ഇടയിൽ ഒരു നൂൽപ്പാലം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം എപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. പരീശൻ ആണ് താനെന്ന് താൻ പലപ്പോഴും അർത്ഥവശാൽ വരുത്തി തീർക്കുവാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ച റോമൻ പൗരത്വത്തിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ, ഒരു റോമാക്കാരനെ എങ്ങനെ റോമൻ പൗരത്വം ലഭിക്കുമോ അതേ നിലയിലുള്ള റോമൻ പൗരത്വം, 1ാം കിട റോമൻ പൗരത്വം ജോസിഫസിന് ലഭ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികാര ശ്രേണികളിലൊക്കെ ഇത്രയും സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞത്. ക്രിസ്തുവർഷം 94-99 അദ്ദേഹം എഴുതിയ, ആ കാലഘട്ടങ്ങളിൽ എഴുതിയ ദ ലൈഫ് ഓഫ് ജോസിഫസ് എന്ന് പറയുന്ന ആത്മകഥയുടെ രൂപത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭ്യമായിത്തീരുന്നത്. തന്റെ സഞ്ചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ആന്റിക്സ് ഓഫ് ജൂസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നിന്നുകൂടെയാണ്. ഇവ രണ്ടുകൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ചരിത്ര ഭാഗങ്ങളുടെ അറിവുകൾ ജോസിഫസിന്റെ നമുക്ക് ലഭ്യമായിത്തീരുന്നത്. എന്നാൽ യഹൂദന്മാർ ജോസിഫസിന്റെ രേഖകൾക്ക് ചില നൂറ്റാണ്ടുകൾ മുമ്പ് വരെ വേണ്ടുന്നൊരു പ്രാധാന്യം നൽകിയിരുന്നില്ല. തങ്ങളുടെ ജനതയെ ചതിച്ചു കളഞ്ഞ, തങ്ങളുടെ ജനതകൾക്ക് വല്ലാത്ത ക്ഷീണം വരുത്തിയ, റോമൻ ഭരണകൂടത്തിന് വല്ലാതെ പിൻബലം നൽകി തങ്ങളെ ഒന്നുമല്ലാതാക്കി തീർത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ജോസിഫസിനെ പലപ്പോഴും അവർ പരിഗണിച്ചിട്ടുള്ളത്. തങ്ങളുടെ ഇടയിലെ ഒരു ഒറ്റുകാരൻ എന്ന നിലയിലാണ്. എന്നാൽ യഹൂദ പാരമ്പര്യങ്ങളെയും മതവിശ്വാസങ്ങളെയും റോമൻ ഗ്രീക്ക് സ്വാധീന ചിന്തകളോടുകൂടെ കൂട്ടിക്കലർത്തി അധികാരം ഉപയോഗിച്ച് അശുദ്ധനാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ യഹൂദ റബിമാർ ജോസിഫസിനെ വല്ലാതെ പാർശ്വവൽക്കരിച്ചിരുന്നു, അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതും സത്യമാണ്. ശബത്തിനെ സംബന്ധിച്ച നിയമങ്ങൾ, ബഹുഭാര്യത്വം, ആരാധനാക്രമങ്ങൾ, ഏകദൈവ വിശ്വാസം തുടങ്ങിയവയിലൊക്കെ ജോസിഫസിന്റെ പരാമർശങ്ങൾ വെള്ളം ചേർക്കുന്നു എന്നും കളങ്കപ്പെടുത്തുന്നു എന്നും യഹൂദ അറബിമാർ വിശ്വസിച്ചിരുന്നു. തന്നിമിത്തം ആ രേഖകളെ സ്വീകരിപ്പാൻ അവർ പലപ്പോഴും വൈമുഖ്യം കാണിച്ചു എന്ന
യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും ആധികാരികമായ രേഖയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ജോസിഫസിന്റെ രേഖകളാണ്. ജോസിഫസിന്റെ രേഖകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുളങ്ങൾ, ജലാശയങ്ങൾ, റോഡുകൾ, അക്കാലത്തെ പ്രധാന ആരാധനാലയങ്ങൾ, പട്ടണങ്ങളുടെ അതിരുകൾ, പട്ടണങ്ങളുടെ വിസ്തൃതികൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ കൃത്യമായി ജോസിഫസ് നൽകുന്നുണ്ട്. തെരുവുകളും ചന്തകളും ആരാധനാലയങ്ങളും സാംസ്കാരിക നിലയങ്ങളും അതോടൊപ്പം തന്നെ സൈനികമായ കടന്നുകയറ്റങ്ങളും അധികാര സ്ഥാനാരോഹണങ്ങളും അധികാര ഭ്രംശങ്ങളുമൊക്കെ കൃത്യമായ തീയതികളോടുകൂടെ ജോസിഫസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ആധികാരികമായ വ്യക്തമായ മുദ്രയുള്ള എഴുത്തുകളായി ജോസിഫസിന്റെ പുസ്തകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ലഭിക്കുന്നതിൽ ട്രാൻസ്ലേഷനിൽ ജോസിഫസിന്റെ പുസ്തകങ്ങൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഏറ്റവും ലഭ്യമായിട്ടുള്ള കാര്യം, ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസിഫസ് PDF ആയിട്ട് നമുക്ക് ലഭിക്കും. ഓൺലൈനിലൊക്കെ ലഭിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിന്റെ ഒറിജിനൽ വെർഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളുടെ സമ്പൂർണ്ണ രൂപം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലഭിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം 1880കളിലെ പുസ്തകമാണ്. ഇപ്പോൾ വരുന്ന കുറെ കൂടെ മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ചരിത്രത്തെ വ്യക്തമായി അടയാളപ്പെടുത്തി യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും ചരിത്രത്തിന് യഥാർത്ഥമായ പിൻബലം നൽകി ഒരുപക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള നേർക്കാഴ്ചകളെ നമ്മുടെ മുന്നിൽ വ്യക്തമായി കാണിക്കുന്ന ജോസിഫസിന്റെ രചനകൾ കാലത്തെ അതിജീവിച്ച് ചരിത്രത്തെ തെളിയിച്ച് മുൻപോട്ടൊരു വെളിച്ചമായി ഇന്നും നിലനിൽക്കുന്നു. സഭാചരിത്രത്തെ സംബന്ധിച്ചും സഭയിലെ നേതാക്കന്മാരെ സംബന്ധിച്ചും വ്യക്തമായ രേഖകൾ ജോസിഫസിന്റെ ചരിത്രഭാഗങ്ങൾ കാണുവാൻ കഴിയും. യേശു കർത്താവിന്റെ ചെയ്തികൾ, ഇതര ഭരണകൂടങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള മനോഭാവങ്ങൾ, അദ്ദേഹത്തെ സംബന്ധിച്ച് നടന്ന ഗൂഢാലോചനകൾ, ദേവാലയ സമിതികൾ, അദ്ദേഹത്തിനെതിരെ ഒരുക്കിയ കലാപങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ രൂപങ്ങൾ ജോസിഫസിന്റെ കൃതികളിൽ നമുക്ക് ലഭ്യമാണ്. യേശുവിന്റെ സഹോദരന്മാരെ സംബന്ധിച്ചും അവരുടെ കൃതികളെ സംബന്ധിച്ചുമുള്ള രൂപങ്ങൾ ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാഹിത്യ രൂപേണ അദ്ദേഹത്തിന്റെ കൃതികളെ നാം വിമർശിക്കുമ്പോഴോ അല്ലെങ്കിൽ വീക്ഷിക്കുമ്പോഴോ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാഹിത്യ മൂല്യങ്ങൾ അധികമൊന്നുമില്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഒരു ശിലാലിഖിതം പോലെ, ഒരു കല്ലിൽ എഴുതും പോലെ പച്ചയായി എഴുതപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അക്കാലത്തെ സാംസ്കാരികതയുടെയും വാണിജ്യ മേഖലകളുടെയും ആളുകളുടെ മനോഭാവങ്ങളുടെയും വിദ്യാസമ്പന്നതയുടെയും ആരാധനാ രീതികളുടെയും ഒക്കെ വ്യക്തമായ രൂപങ്ങൾ ജോസിഫസിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചുരുൾപ്രതികളായി പിന്നീടുള്ള പലതും, ജോസിഫസിന്റെ എഴുത്തുകളായി പ്രചരിച്ച പലതും ആധികാരികതയില്ലെങ്കിലും കണ്ടെടുത്തിട്ടുള്ളവ മിക്കതും അദ്ദേഹത്തിന്റെ കൃതികളോട് നീതി പുലർത്തുന്നവയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജോസിഫസിന്റെ എഴുത്തുകൾക്ക് ആധികാരികതയുണ്ടായിരുന്നുവെന്നും വിവർത്തനം നടത്തിയവരും ഭാഷകളും മൊഴിമാറ്റം ചെയ്തവരുമൊക്കെ ഈ കൃതിയെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നുവെന്നും കലർപ്പില്ലാത്ത കൃതികളായി അത് നിലനിൽക്കുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ചരിത്ര പഠനങ്ങളിലും ജോസിഫസിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭ്യമാകാതിരിക്കുമ്പോൾ, ജോസിഫസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോഴും അറിവുകൾ നമുക്ക് ലഭ്യമാകാതിരിക്കുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിലാണ് ഈ വിഷയത്തെ ഇന്ന് ഞാൻ അവതരിപ്പിച്ചത്. ഒരു അധികാര ശ്രേണിയിൽ ഉന്നതനായിരുന്ന് സ്വജനതയുടെയും അവരെ ഭരിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തിന്റെയും അന്നത്തെ സമ്പന്നതകളുടെയും സംസ്കാരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ നേർക്കാഴ്ചകളെ നമ്മൾ കാണിക്കുന്ന ജോസിഫസിന്റെ കൃതികൾ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നവയും കാലത്തിന് പിന്നിലുള്ളവയെ നമുക്ക് തെളിച്ചു തരുന്നവയുമാണ്. പുതിയ അറിവുകളുമായി, പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണും വരെ സൈനിങ് ഓഫ്.